30 വർഷമായിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങളുടെ ഒരു ചർച്ചയിൽ തന്നെ ഞാൻ ബ്രീസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് കാണിച്ചതാണ്. 30 വർഷമായിട്ട് ഇത് ബാംഗ്ലൂരിലൊക്കെ കിട്ടുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. കുഴപ്പമില്ല. പിള്ളേർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ് ഇവർ തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ ഇത് കച്ചവടം തുടങ്ങിയത് ഈ ബ്രെക്കാർഡിക് കമ്പനി തുടങ്ങിയത് ഫ്രീ ആയിട്ട് കൊടുക്കും. കോളേജുകളിലൊക്കെ കൂട്ടി കൊടുത്ത് കുറേശ്ശെ കുടിച്ച് കഴിയുമ്പോൾ അത് അഡിക്റ്റ് ആവും. ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് തന്നെ അതുപോലെ തന്നെ അഡിക്റ്റ് ആവും. ഇതിനകത്ത് ഈ രാഷ്ട്രീയം കൊണ്ടുവരായിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ മദ്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിൽ ആദ്യം സംസാരിച്ച മുഴുവൻ രാഷ്ട്രീയമാണ്. അഴിമതിയാണോ അല്ലയോ എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയം മാത്രമല്ലല്ലോ ഇത്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോവല്ലേ. മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് രാഷ്ട്രീയം മാത്രമാകുന്നത്. അല്ല, ഞാൻ പറയാം, മദ്യനയം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നയം മാത്രമല്ല, അതൊരു സാമൂഹിക നയം കൂടിയാണ്. സാർ ആദ്യം പറയട്ടെ. ഇവിടെ ഞാൻ പറയട്ടെ, ഇവർക്കുള്ള മറുപടി എല്ലാം കൂടി ചേർത്ത് ഞാൻ പറയട്ടെ. 2014 ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം കൊണ്ടുവരണമെന്ന് പറയുന്ന കേൾക്കൂ. 14 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ലൈസൻസുകൾ അനുവദിക്കുന്നത് ഉൾപ്പെടെ ചില ചിട്ടകൾ വരുത്തി, നിഷ്കർഷകൾ വരുത്തി, അല്ലേ രാജു പി നായർ? ഇതിനെതിരെ മദ്യനിരോധനത്തിനെതിരെ സംഘടിക്കണമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ, നമ്മുടെ മുൻ സർക്കാർ. അതിനുശേഷം 2016 ശ്രീ പിണറായി വിജയൻ സാർ അധികാരത്തിൽ വരുമ്പോഴാണ് 3 സ്റ്റാർ ഹോട്ടലുകൾക്കുൾപ്പെടെ കേൾക്കൂ, 3 സ്റ്റാർ ബാർ ലൈസൻസ് വളരെ ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് വളരെ ഒരു നിഷ്കർഷയും കൂടാതെ 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഉൾപ്പെടെ ബാർ ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് പാലക്കാട് നടന്ന ബ്രൂവറി വിപ്ലവം ഉൾപ്പെടെ നമുക്കറിയാം, അല്ലെ? അവർ കൊണ്ടുവന്ന നയം. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് എന്താണ്? നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു ഇത് അഴിമതിയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഈ മദ്യനയത്തിനെതിരെ പറഞ്ഞു ഇത് അഴിമതിയാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്, ഇത് പിൻവലിക്കണം, ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആ VD സതീശൻ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ കൊണ്ടുവന്ന അതേ നയം മാറ്റമില്ലാതെ കൊണ്ടുവരികയാണ്. ആകെ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.5%. ഞാൻ പറയാം, ഞാൻ പറയട്ടെ, വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഹെൽത്ത് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇത് യുവാക്കൾക്ക് ഞാൻ പറയാം, 2020-21 മുതൽ 25 വരെയുള്ള മദ്യത്തിന്റെ വിൽപ്പനയുടെ കണക്കെടുത്താൽ 11,744 കോടി രൂപ. 20-21 കാലഘട്ടത്തിൽ 25 ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, എന്തെങ്കിലും ഹെൽത്ത് അസസ്മെന്റ് 2019 പറഞ്ഞു തീരട്ടെ. ഈ നാട്ടിലെ, ഈ കേരളത്തിലെ യുവത എന്ന് പറയുന്ന, യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ കള്ളിലും മദ്യത്തിലും മുക്കിക്കടത്തി ഇവിടുത്തെ പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് നിറയ്ക്കാമെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.